എതിരാളിയോട് പൊട്ടിത്തെറിച്ച് മെസ്സി. ലീഗ് കപ്പിൽ അറ്റ്ലസിനെതിരായ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ വിജയ ഗോളിനായി അസിസ്റ്റ് ചെയ്ത ശേഷം എതിരാളിയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു നായകൻ ലയണൽ മെസ്സി. ലീഗ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അറ്റ്ലസിനെതിരെ 1-2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി തോൽപ്പിച്ചത്. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 57-ാം മിനിറ്റിൽ ടെലാസ്കോ സെഗോവിയ ആണ് ഇന്റർ മയാമിയെ ആദ്യം മുന്നിലെത്തിച്ചത്. എന്നാൽ 80-ാം മിനിറ്റിൽ അറ്റ്ലസിനായി റിവാൾഡോ ലസാനോ സമനില ഗോൾ നേടുകയായിരുന്നു. സമനില ഗോളടിച്ച ശേഷം ഇന്റർ മയാമി ആരാധകരുടെ അടുത്തെത്തി അറ്റ്ലസ് താരം മാത്തിയാസ് കൊക്കോറോ ആഘോഷിച്ചതാണ് മെസ്സിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. ഇതിന് പിന്നാലെ ഇഞ്ചുറി ടൈമിൽ ബോക്സിനകത്തു നിന്ന് മെസ്സി നൽകിയ അസിസ്റ്റിൽ നിന്നായിരുന്നു മാർസലോ ബെഗാൻഡ് ഇന്റർ മയാമിയുടെ വിജയ ഗോൾ നേടിയത്. ഗോളടിക്കാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതെ മെസ്സി മാർസലോയ്ക്ക് പാസ് നൽകുകയായിരുന്നു. മെസ്സി നൽകിയ പാസ് പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ആവശ്യമേ മാർസലോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർ മയാമി വിജയ ഗോൾ അടിച്ച ശേഷം മത്തിയാസ് കൊക്കോറയുടെ അടുത്തെത്തി പൊട്ടിത്തെറിച്ച മെസ്സി സുവാരസിനെയും റോഡ്രിഗോ ഡി പോളിനെയും തോളിൽ കൈയിട്ട ശേഷം ആഘോഷം തുടരുകയായിരുന്നു. എന്നാൽ സമനില ഗോൾ അടിച്ച ശേഷം ടീമിനെ പ്രചോദിപ്പിക്കാനാണ് താൻ ഇന്റർ മയാമി ആരാധകർക്ക് മുന്നിൽ നിന്ന് ആഘോഷിച്ചതെന്നും അതിനാണ് തന്റെ മുഖത്തു നോക്കി മെസ്സി അവിടെ വെച്ച് തന്നെ മറുപടി നൽകിയതെന്നും കൊക്കോറ മത്സരശേഷം പറയുന്നുണ്ട്. ആ സമയം എനിക്ക് എന്ത് പറയാൻ കഴിയും? മെസ്സി എക്കാലത്തെയും മഹാനായ താരമാണ്. അതുകൊണ്ട് തിരിച്ചൊന്നും എനിക്ക് പറയാനാവില്ല. മത്സരശേഷം മെസ്സി തന്നെ ആലിംഗനം ചെയ്ത് അത്തരത്തിൽ പ്രതികരിച്ചതിന് ക്ഷമ ചോദിച്ചുവെന്നും കൊക്കോറ പറയുന്നുണ്ട്. അതാണ് മെസ്സിയുടെ മഹത്വം. മെസ്സിയെ പോലൊരു താരം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നാണ് കൊക്കോറ പറയുന്നത്.